എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ കടലക്കറി, നല്ല ടേസ്റ്റി ആയിട്ടൊരു കടലക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ കടലയ്ക്കകത്ത് സവാളയും മറ്റെല്ലാം വാരിയിട്ട് വേവിച്ചിട്ട് അല്ലേ നമ്മൾ കടലക്കറി ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് എന്ന് വെച്ചാൽ പുട്ട്, അപ്പവും ഇടിയപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായ ഒരു കടലക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദാണ്ടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു പകുതി തക്കാളി എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഈ വിത്തൊക്കെ കുറച്ചങ്ങ് കളഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഒരു പുളി രസമില്ലായിരിക്കും. പിന്നെ ഒരു 10 കശുവണ്ടി എടുത്തിട്ടുണ്ട്, ഒരു പകുതി പച്ചമുളക്, എരിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകൊക്കെ ചേർക്കാം. പിന്നെ ഇത് പെരിഞ്ജീരകം, ഇത്ര സാധനം എടുത്ത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒന്ന് വേവിക്കുക. നല്ലത് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇതിനി വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. കടല ഞാൻ വെച്ചിട്ടുണ്ട്. കടലയൊക്കെ നേരത്തെ വേവിച്ച് വെക്കണം. ഇത് നല്ലോണം ഒന്ന് വേവിക്കുക. വേവട്ടെ ഇങ്ങനെ. അപ്പോൾ കശുവണ്ടി, സവാളയും തക്കാളിയും ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് പെരിഞ്ജീരകം കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ശകലം ബട്ടർ വേണം കേട്ടോ. ബട്ടർ വേണം. പിന്നെ ഞാൻ കടല വേവിച്ചിട്ടിട്ടുണ്ട്. പച്ചമുളക് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന പൊടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. സവാളയും തക്കാളിയും കശുവണ്ടിയും നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അരിപ്പുട്ടാണ്. അരിപ്പുട്ടിന് ഞാൻ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് സാധാരണ കണക്ക് പുട്ടൊക്കെ പുഴുക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുറുക്കുക. അപ്പോൾ ഞാൻ മാവൊക്കെ നല്ല പൊടിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഇച്ചിരി ശകലം ചൂടുവെള്ളം കൂടെ കുറേശ്ശെ ഒഴിക്കുക. കൈ വെച്ച് പെട്ടെന്ന് നനച്ചെടുക്കുക. നമുക്ക് 1/2 ഗ്ലാസ് മാവുണ്ടെങ്കിൽ 2 പുട്ട് കറക്റ്റായിട്ട് പുഴുങ്ങാൻ പറ്റും. പുട്ടിന് മാവ് നനച്ചു. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടു മാവ് ഇടും. കുറച്ച് തേങ്ങയും കൂടെ. ഈ കറി ആകുമ്പോഴത്തേക്ക് ഇട്ട് നമുക്ക് കുക്കറിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നല്ല തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഭട്ടൂരയുടെ കറി ഉണ്ടല്ലോ, കടലക്കറി, അതിൻ്റെ മസാലയുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സ്പൂൺ മസാല ഇടുക. ഒരു ശകലം മഞ്ഞൾപ്പൊടി. ഇത് നല്ല പേസ്റ്റ് കണക്ക് അരച്ചുകൊണ്ട് വരിക. ഇത് കടുകിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഇങ്ങനെ വറുത്തിട്ട് നമ്മുടെ അരപ്പിനകത്തോട്ട് ഒഴിക്കുക. അരച്ച് വെച്ച് വേറെ ഒന്നും ഒഴിക്കണ്ട. നമ്മൾ ഈ കടല വെന്ത വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിക്കുക. കുലുക്കി ഒഴിക്കുക. കടലക്കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. വെള്ളം ഒഴിക്കുക. നമുക്കിപ്പോൾ ആ കടലയുടെ വെള്ളം തന്നെ ഒഴിച്ച് ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ബട്ടർ അതൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് തിളയ്ക്കണം. നല്ല ടേസ്റ്റാണ് കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കണ്ട. എന്നിട്ട് നമ്മളെ കടല അപ്പോൾ ഇത് തിളച്ച് എടുത്താൽ മാത്രം മതി. അതിന് വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോഴേ നമ്മളെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ചൂടാ ചിരട്ടയ്ക്ക്. പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു പുട്ടും കൂടെ പുഴുങ്ങുമ്പോൾ അത് റെഡി. കറിയും റെഡി. ഓക്കെ.
അപ്പോൾ എളുപ്പമായില്ലേ, കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു കടലക്കറി ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്. ഒന്നും ഇട്ട് അരിഞ്ഞിട്ട് വേവിച്ച് അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല. എളുപ്പം നമുക്ക് കടലക്കറി ആക്കിയെടുക്കാം. ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യാം. ഉപ്പ് കുറവുണ്ട്, ശകല ഉപ്പും കൂടെ ഇടാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ കടലക്കറിയും അരിപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഒന്ന് കൂടി പറയുന്നു, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.